Hi friends, welcome back to another episode of KENZA TECHS. My name is RASAL FARHAN. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചെറിയൊരു പ്രോബ്ലമാണ് നമ്മുടെ ഫോണിലുള്ള പല കാര്യങ്ങളും നമുക്ക് തിരിയാതെ വരിക എന്നുള്ളത്. അതായത് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ ഫോണിലുള്ള ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് തിരിഞ്ഞ് എന്ന് വരില്ല, മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ അത് മലയാളത്തിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഫോണിൽ ഓൾറെഡി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് മലയാളത്തിലേക്ക് ആക്കുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് മലയാളത്തിലേക്കായി പോകും. അതുപോലെ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്സപ്പ് മുഴുവനായിട്ട് മലയാളത്തിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പും നമുക്ക് മുഴുവനായിട്ട് മലയാളത്തിലേക്ക് ആക്കാം. പക്ഷേ നമുക്ക് വരുന്ന മെസ്സേജുകൾ ഇപ്പോൾ ഇംഗ്ലീഷിലൊരു മെസ്സേജ് വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു മെയിൽ വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലൊക്കെ ആയിക്കൊണ്ട് പല കാര്യങ്ങളും വരും. പക്ഷെ അതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അത് കോപ്പി ചെയ്ത് മറ്റൊന്നിൽ പോയി പേസ്റ്റ് ചെയ്തൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം. എന്നാൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണോ, നമ്മളിപ്പോൾ വാട്സപ്പ് മെസ്സേജ് കാണുകയാണെങ്കിൽ ആ മെസ്സേജ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിക്കൊണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം, ആ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. ആ സൈഡിൽ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലോസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെർമിഷൻ എലോ കൊടുക്കുക. പെർമിഷൻ എലോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ലേറ്റ് ഓൺ അതർ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഒരു പവർ ബട്ടൻ്റെ ഐക്കണിൻ്റെ താഴെ ആയിക്കൊണ്ട് ആ പവർ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് നൗ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പവർ ബട്ടൻ്റെ കളർ മാറിയിട്ട് ഗ്രീനായി മാറിയത് കാണാൻ സാധിക്കും. അതിനുശേഷം അതിൻ്റെ അടിയിലായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഫ്രം ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ്. ഇനിയാണ് നമ്മുടെ പരിപാടി. ഫ്രം ഇംഗ്ലീഷ് ടു എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഒരുപാട് ഭാഷകൾ കാണാൻ സാധിക്കും. അതിലിപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ക്ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മോഡൽ കാണാൻ സാധിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് തെറ്റടിച്ചുകൊണ്ട് നേരെ ഹോം പേജിലേക്ക് പോയി. ഹോം പേജിലേക്ക് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിലായിക്കൊണ്ട് ഇവിടെ ഇതാ ഒരു ഐക്കൺ, ആ ഒരു ഐക്കൺ ഇങ്ങനെ കാൽക്കുലേറ്ററിൻ്റെ അടുത്തേക്ക് ഞാൻ നീക്കി വെച്ചു. ആ ഐക്കണിൽ പ്രസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ കാൽക്കുലേറ്റർ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ കാൽക്കുലേറ്റർ എന്നിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ, സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വലിയൊരു ഉപകാരമാണ്. ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വാട്സപ്പിലുള്ള മെസ്സേജുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും വെക്കുന്നുണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയെ കൊണ്ട് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.